പ്രകൃതിയുടെ മടിത്തട്ടിൽ മഞ്ഞും മലയും മരങ്ങളും ചേർന്ന് ചാലിയാറിനെ പൊതിഞ്ഞു നിൽക്കുന്ന പ്രകൃതി ഒരുക്കിയ മനോഹരമായ ആമസോൺ വ്യൂ പോയിന്റിലേക്കും ഇതിനോട് ചേർന്ന് മഴക്കാലത്ത് മാത്രം ആക്റ്റീവായി ജനശ്രദ്ധ നേടിയ വാട്ടർഫോളിലേക്കുമാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. മലപ്പുറത്തെ എടവണ്ണ പഞ്ചായത്തിലെ കിഴക്കൻ ചാത്തന്നൂരിലുള്ള മൂന്നുകല്ല് മലയിലാണ് ആമസോൺ വ്യൂ പോയിന്റ് ഉള്ളത്. ഓതായി ജംഗ്ഷനിൽ നിന്ന് 3.5 കിലോമീറ്റർ ഇങ്ങോട്ടേക്കുള്ള ദൂരം വരുന്നുള്ളൂ. എടവണ്ണയിൽ നിന്നും അരീക്കോട് നിന്നും വരുന്നവർക്ക് ഓതായി ടൗണിൽ നിന്ന് കിഴക്കൻ ചാത്തന്നൂരിലെത്താം. കുറച്ചങ്ങോട്ട് പോയാൽ തന്നെ വഴി തെറ്റാതിരിക്കാൻ ഒരു ബോർഡ് കാണാം. ആ ബോർഡിന് നേരെ വേണം പോവാൻ. ഇവിടെ നിന്ന് അങ്ങോട്ട് ചെറിയ റോഡാണ്. റബ്ബർ തോട്ടത്തിനുള്ളിലൂടെയും കോൺക്രീറ്റ് റോഡിലൂടെയുമായി 1.5 കിലോമീറ്ററേ ഉള്ളൂ വ്യൂ പോയിന്റിലേക്ക്. നമ്മുടെ യാത്രയ്ക്ക് 4x4 ജീപ്പിലോ ബൈക്കിലോ വരുന്നതാണ് കൂടുതൽ സുരക്ഷിതം. ട്രെക്കിംഗ് ലവേഴ്സിനും ഓഫ് റോഡ് റൈഡേഴ്സിനും പറ്റിയൊരിടമാണിത്. ഇവിടെ നിന്ന് അങ്ങോട്ട് കുത്തനെ കയറ്റമാണ്. സോ ബൈക്ക് അല്ലാതെ മറ്റൊരു വാഹനത്തിനും ഇനി അങ്ങോട്ടേക്ക് പോകാനാവില്ല. തൊട്ടടുത്ത് വേറൊരു വഴി പോലെ തോന്നി. നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് നടന്നു നോക്കി. അടുത്തായി തന്നെ കോടമഞ്ഞി പൊതിഞ്ഞ മലയുടെ നല്ലൊരു വ്യൂ ഇവിടെ കാണാം. ഇവിടെ അധികം സമയം കളയാതെ നമ്മുടെ വണ്ടി ഇവിടെ വെച്ച് നമ്മൾ ഇനി മുന്നോട്ട് പോവുകയാണ്. നമ്മൾ വന്നത് നല്ലൊരു മഴയുള്ള ദിവസമാണ്. അതുകൊണ്ട് തന്നെ വ്യൂ പോയിന്റ് കാണാനാവുമോ എന്നുള്ള പേടിയുണ്ടായിരുന്നു. പക്ഷെ അവിടെ എത്തിയപ്പോൾ കിട്ടിയ വിഷ്വൽസ് പ്രതീക്ഷിച്ചതിലും അപ്പുറമായിരുന്നു. മഴ മാറിയപ്പോൾ കിട്ടിയ വിഷ്വലാണിത്. അങ്ങ് അകലെ ഒരു വാട്ടർഫോൾ കാണുന്നില്ലേ? അവിടേക്കാണ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ പോകുന്നത്. അധികം താമസിയാതെ തന്നെ പണി തീരാവുന്ന ഒരു റിസോർട്ട് വർക്ക് ഇവിടെ നടക്കുന്നുണ്ട്. അത് ഓപ്പൺ ആവുന്നതോടുകൂടി ഇവിടെ സ്റ്റേ ചെയ്ത് മോർണിംഗിലെയും ഈവനിങ്ങിലെയും ഈ ഏരിയയുടെ ഭംഗി ആസ്വദിക്കാനാവും. അങ്ങനെ നമ്മൾ നടന്ന് ഒരു കടയുടെ മുന്നിലെത്തി. ഇനി നമുക്ക് പോവേണ്ടത് മണ്ണിട്ട ഈ വഴിയിലൂടെ മുകളിലേക്കാണ്. വഴി തെറ്റാതിരിക്കാൻ പലയിടത്തും വ്യൂ പോയിന്റിന്റെ ബോർഡുണ്ട്. സോ വഴി തെറ്റാതെ തന്നെ നമുക്ക് അങ്ങ് എത്താം. അങ്ങനെ ചെന്നെത്തുന്നത് ഈ കാണുന്ന ചായക്കടയുടെ അടുത്തേക്കാണ്. അത്യാവശ്യം ഭക്ഷണ പദാർത്ഥങ്ങൾ ഇവിടെ കിട്ടും. ഇനി അങ്ങോട്ടേക്കും മറ്റു കടകളൊന്നും ഉണ്ടാവില്ല. ഇവിടെ നിന്ന് അങ്ങോട്ട് പോവേണ്ടത് ചായക്കടയുടെ സൈഡിലൂടെയുള്ള ഈ ചെറിയ നടവഴിയിലൂടെയാണ്. ഇനി അത്യാവശ്യം കയറ്റമുള്ള പാതയാണ് അങ്ങോട്ടേക്ക്. മഴക്കാലത്ത് വരുന്നവർ സ്ലിപ്പാകാത്ത ചെരുപ്പുകളൊക്കെ ഇടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനിയാണ് ശരിക്കും നമ്മുടെ ട്രക്കിംഗ് ആരംഭിക്കുന്നതെന്ന് പറയാം. എന്നിരുന്നാലും വലിയ കഠിനമായ ട്രക്കിംഗ് ഒന്നും പറയാനാവില്ല. കുറച്ച് നടക്കുമ്പോൾ തന്നെ സൈഡിലായി കാണുന്ന വ്യൂ പോയിന്റ് ആണിത്. യാത്രയുടെ മടുപ്പ് മാറുന്നത് ഇതുപോലുള്ള കാഴ്ചകൾക്ക് മുന്നിലേക്ക് എത്തുമ്പോഴാണ്. ഒരേ മലയുടെ ഭംഗി തന്നെയാണെങ്കിലും ഡിഫറെന്റ് ആംഗിളിലൂടെയാണ് കാണുന്നത്. ഓരോ കാഴ്ചയുടെ ഭംഗിയും കൂടുന്നത് പോലെ തന്നെ തോന്നും. ഇനി അങ്ങോട്ട് ഫോറസ്റ്റ് ഏരിയ ആണ്. ഇഴജന്തുക്കളും മറ്റുമായി പലതിനെയും പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ സോളോ ട്രിപ്പ് അടിച്ചൊന്നും ഇങ്ങോട്ടേക്ക് വരാതെ ഫാമിലിയോ ഫ്രണ്ട്സോ ഒക്കെ ആയി ഗ്രൂപ്പായി വരാൻ ശ്രമിക്കണം. കയറി നമ്മളൊരു നിരപ്പായ സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഫോറസ്റ്റിൻ്റെതായ ഒരു ജണ്ട ഇവിടെ കാണാം. വഴി തെറ്റാതെ ഇതിനെ ഇവിടുത്തെ ലാൻഡ്മാർക്കായി കരുതാം. അവിടുന്ന് മുകളിലേക്ക് കയറിയാൽ ഒരു തെങ്ങ് കാണാം. ഇതിന് സൈഡിലൂടെ നേരെ കയറിയാൽ കുറച്ച് പാറക്കൂട്ടങ്ങളായി. പാറക്കൂട്ടം താണ്ടി ചെന്ന് എത്തുന്ന കാഴ്ച ഇതാണ്. മൂടമഞ്ഞിൽ പൊതിഞ്ഞ മരങ്ങളും മലയും അതിനിടയിലൂടെ പാമ്പ് പോലെ വളഞ്ഞൊഴുകുന്ന ചാലിയാറിൻ്റെയും കാഴ്ച അത് ശാന്തമായ ഈ അന്തരീക്ഷത്തിൽ നിന്ന് തന്നെ കാണണം. ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ എത്തി ഇത് കാണുമ്പോൾ നമ്മുടെ കിതപ്പ് മെല്ലെ മറന്ന് നമ്മൾ പറഞ്ഞു പോകും, വാവ്. ഈ മനോഹര കാഴ്ച അധിക നേരമൊന്നും കാണാൻ പ്രകൃതി അനുവദിച്ചില്ല. കോടമഞ്ഞ് കൊണ്ട് മുഴുവനും മായ്ച്ചു കളഞ്ഞു. പകൽക്കിനാവ് കണ്ട പോലെ മൊത്തം ശൂന്യം.
ഒരുപാട് നിന്ന് മുഷിപ്പിക്കാതെ മുഴുവൻ കാഴ്ചയും വീണ്ടും തെളിഞ്ഞു വന്നു. മൂടൽമഞ്ഞ് കണ്ണു ചിമ്മി വരുന്നത് പോലെ തോന്നുന്നുണ്ട്. കാണാൻ ഭംഗിയുള്ളതുപോലെ ഈ കൂറ്റൻ പാറക്കൂട്ടത്തിന് മുകളിൽ നിൽക്കുമ്പോൾ നല്ല വഴുവഴുപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ നിൽക്കുമ്പോഴും നടക്കുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം കാഴ്ചകൾ കണ്ട് അശ്രദ്ധമായി നമ്മൾ നടക്കാനും അപകടത്തിൽപ്പെടാനും സാധ്യതയുണ്ട്. എന്തൊക്കെയായാലും അഡ്വഞ്ചർ പ്ലസ് എക്സ്പ്ലോറേഷൻ ആമസോൺ വ്യൂ പോയിന്റ് തന്നെ. വനമേഖലയായതുകൊണ്ട് തന്നെ ഫുൾ ഫ്രീഡത്തോടെ ഇങ്ങോട്ടേക്കുള്ള ട്രിപ്പിന് റെസ്ട്രിക്ഷൻസ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിനു മുൻപേ തന്നെ ഒരിക്കലെങ്കിലും ഇവിടെ വന്ന് കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇനി നമ്മൾ ഇവിടെ അടുത്ത് തന്നെ വൈറലായ ബിസ്മി വാട്ടർഫോളിലേക്കാണ് പോകുന്നത്. ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്ററേ അങ്ങോട്ടേക്കുള്ളൂ. ഇവിടെ വരുന്നവരെല്ലാവരും അവിടെയും കൂടെ പോകാൻ ശ്രമിക്കണം. ഈ കാണുന്ന മതിലിനോട് ചേർന്ന് നമ്മുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്ത് ഒരു 1/2 കിലോമീറ്ററോളം നടന്നു വേണം നമ്മുടെ വാട്ടർഫോളിലെത്താൻ. മഴക്കാലമായതുകൊണ്ടാവാം നമ്മൾ പോകുന്ന വഴിയിലൂടെയെല്ലാം സൈഡിലായി നല്ല തെളിഞ്ഞ വെള്ളം ചാല് കീറി ഒഴുകി പോകുന്നുണ്ട്. നടന്ന് നമ്മൾ അങ്ങനെ എത്തിയിരിക്കുന്നത് ബിസ്മി മിറ്റൽ മില്ലിലേക്കാണ്. ഇവിടുന്ന് തൊട്ടടുത്താണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. ഇതെല്ലാം ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് തന്നെ ബിസ്മി വാട്ടർഫോൾ എന്നാണ് ഇതറിയപ്പെടുന്നത്. അങ്ങനെ നമ്മൾ വാട്ടർഫോളിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ബിസ്മി വാട്ടർഫോൾ. മഴക്കാലത്ത് മാത്രം ആക്റ്റീവ് ആകുന്ന ഒരു വാട്ടർഫോൾ ആണ് ബിസ്മി വാട്ടർഫോൾ. 3-4 വാട്ടർഫോളുകൾ ഒരുമിക്കുന്നതാണ് ഈ സ്ഥലം. കാണാൻ പടുകൂറ്റൻ വാട്ടർഫോളുകളൊന്നും അല്ല എങ്കിൽ പോലും ശാന്തമായി പാല് പോലെ പതഞ്ഞിറങ്ങുന്നതാണ് ഈ വാട്ടർഫോളിന്റെ പ്രത്യേകത. പച്ചപ്പ് വിരിച്ച മരങ്ങളുടെ ഒത്ത നടുവിലുള്ള കരിങ്കൽ കോറിയിലൂടെ വെള്ളി പോലെ തിളങ്ങിയെത്തുന്ന ഈ വെള്ളച്ചാട്ടത്തിന് ഒരു പ്രത്യേക ചന്തമുണ്ട്. വെള്ളച്ചാട്ടം അകലേന്ന് കാണുന്നതിനേക്കാളും തൊട്ടടുത്ത് നിന്ന് കാണുമ്പോൾ അത്യാവശ്യം വലിയ വെള്ളച്ചാട്ടം തന്നെയായി തോന്നും കേട്ടോ. ചുറ്റുപാടും ആഴമില്ലാത്ത വെള്ളക്കെട്ടുകളും കൂടി ഉള്ളപ്പോൾ കുട്ടികൾക്ക് പോലും കളിച്ച് രസിക്കാൻ പറ്റിയ ഒരു ഫാമിലി ട്രിപ്പാവും ഇത്. അങ്ങനെ നമ്മുടെ ബിസ്മി വാട്ടർഫോളിന്റെയും ആമസോൺ വ്യൂ പോയിന്റിന്റെയും കാഴ്ചകളിലൂടെ അവസാനിക്കുകയാണ്. വീണ്ടും മറ്റൊരു യാത്രാവിശേഷങ്ങളുമായി കണ്ടുമുട്ടാം.